ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ എ.കെ. ബാലനെ തള്ളാതെ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത് മതവുമായി കൂട്ടിക്കലർത്തേണ്ടെന്നും മാറാട് കലാപം പറയുന്നതിൽ എന്താണ് പ്രശ്നമെന്നും M.V. ഗോവിന്ദൻ ചോദിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന ബാലന്റെ പരാമർശത്തിൽ കൃത്യമായ ഉത്തരം നൽകാതെ ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട എ.കെ. ബാലന്റെ പ്രസ്താവനയെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തള്ളിയ M.V. ഗോവിന്ദൻ പക്ഷേ പരസ്യമായി ബാലനെ തള്ളാൻ തയ്യാറായില്ല. മാറാട് കലാപം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചതോടെ CPM-ഉം അതേ വഴിക്കായി. ബാലനെ തള്ളുന്നുവെന്ന തലക്കെട്ട് കൊടുക്കാൻ ശ്രമിക്കേണ്ട എന്ന് M.V. ഗോവിന്ദൻ. ഞാനിപ്പോ പറഞ്ഞതാണ് പാകിസ്ഥാൻ. അത് വിമർശിച്ചോട്ടെ, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാറ്, ഓരോന്ന് പറയുന്നതിനെ വിമർശിച്ചോട്ടെ. മാറാട് പ്രശ്നം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് വർഗീയ ചേരിതിരിവുണ്ടാക്കാനല്ലേ എന്ന ചോദ്യത്തിന് മാറാട് ഓർമ്മിപ്പിച്ചാൽ എന്താണെന്ന് പ്രശ്നമെന്ന ഗോവിന്ദന്റെ മറുചോദ്യം. ഞാൻ ചോദിക്കുന്നതാണ്, മാറാട് കലാപത്തിന്റെ കാലം UDF-ന്റെ കാലമായിരുന്നല്ലോ. നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും UDF-ന്റെ കാലത്തല്ലേ. അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം? ജമാഅത്ത് ഇസ്ലാമി വർഗീയ സംഘടനയാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇന്ന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന VD സതീശൻ അന്ന് MLA ആയിരുന്നുവെന്നും M.V. ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമിയെ പറയുന്നത് മതവുമായി കൂട്ടിക്കലർത്തേണ്ട എന്നും CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. ആശയത്തെ ആശയം കൊണ്ട് തന്നെ തീർക്കണം, എല്ലാം നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു തിരിച്ചറിയും വേണ്ട. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി പോരട്ടെ എന്ന ചിന്താഗതിയിലാണ് CPM. ജനം, തിരുവനന്തപുരം.